ഹായ് ഓൾ, എൻ്റെ പേര് ഷൈനി. കുറേ നാളായിട്ട് യൂട്യൂബിലൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. ഇതുവരെയായിട്ടും അതിനായിട്ട് പറ്റിയിട്ടില്ല. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് കൂടി കരുതിക്കോ. ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാം കൂടി ചേർന്ന് ഡെസേർട്ട് സഫാരിക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ആക്ച്വലി ഇത്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡെസേർട്ട് സഫാരിക്ക് വന്നതാണ്. ഓക്കെ, ഹായ്, വെൽക്കം ടു ചാനൽ സ്വപ്ന സഞ്ചാരി. സേ ഹായ്. ഹായ്. ഓക്കെ, എൻ്റെ കൊളീഗ്സ് ആണ് സജീന മാം, ഷീന മാം, സജീന മാം, ദിവ്യ മാം, അനാമിക. ആകെപ്പാടെ ഇവിടെ മൊത്തത്തിലൊരു ബഹളമായതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങൾ ഇങ്ങനെ മണലിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും കൂടെ നടക്കാൻ വേണ്ടി. ആകെപ്പാടെ ഒരു ബഹളവും നടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്യാമലിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് 10 dirhams കൊടുക്കുവാണെങ്കിൽ ഇതായിട്ട് കയറാൻ പറ്റും. അപ്പോൾ ക്യാമലിൻ്റെ മുകളിൽ കയറി ഇറങ്ങുന്ന ഒരു സീനാണിത്. ആക്ച്വലി ഇത് ഫ്രീ ആണ്, നമ്മൾക്ക് ഒരു പാക്കേജിലുള്ളതാണ്. പക്ഷേ അത് കൂടാണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം ഒന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 10 dirhams കൊടുത്ത് ചെയ്തതാണ്. പിന്നെ ഇവിടുന്ന് ബഗ്ഗിയാണ്. ബഗ്ഗിയിൽ നമ്മൾ കയറിയില്ല, ജസ്റ്റ് ഒരു എല്ലാം കൂടെ നിന്ന് അവിടെ നിന്ന് കളിക്കുന്നു, ഡാൻസ്. ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാം കൂടെ ഓടി വന്നത്. ആക്ച്വലി ഇത് താഴെ നിന്ന് മുകളിൽ വരെ പോകണം. അപ്പോൾ ഈ സാൻഡിലൂടെ നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതിന് കയറി വന്ന് നമ്മൾ ജസ്റ്റ് പോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റീൽസ് എടുക്കാൻ വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ ദീപ്തി മാമിൻ്റെയും ദിവ്യ മാമിൻ്റെയും മക്കളാണ്. കുട്ടികളുടെ കൂടെ നിന്ന് അവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എൻജോയ് ചെയ്യണം. ആക്ച്വലി ഞങ്ങൾക്ക് സ്റ്റെപ്സും കാര്യങ്ങളൊന്നും ഇടാൻ അറിയത്തില്ല. അവരെന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു കുറേ സ്റ്റെപ്സ് എന്തോ പ്രാക്ടീസ് ചെയ്ത് ഏതോ സോങ്സിന് വേണ്ടി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോങ്സ് ഒന്നും അറിയത്തില്ല, കുറച്ച് സ്റ്റെപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വയ്ക്കുന്നു. ഇത് നമ്മളുടെ ഷാർജ ടു ഷാർജയിലെ ദില് ദില് സലാം എന്നുള്ളൊരു പാട്ടിന് വേണ്ടി നമ്മൾ 2 സ്റ്റെപ്പ് വെച്ചാണ്. അത് ദിവ്യ മോളുടെ ഇളയ മോളാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ അവൾ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം ജസ്റ്റ് വെട്ടം പോകുന്നതിന് മുന്നേ നമുക്കെല്ലാം ഇരുട്ടാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറച്ച്. പിന്നെ അവിടുന്ന് എല്ലാം കൂടെ ഇറങ്ങി താഴോട്ട് വന്ന് താഴെ ഇറങ്ങി. അപ്പോൾ എൻ്റെ മുകളിലാണ് നമ്മൾ ഐ ലവ് മൈ ദുബായ് എന്നൊക്കെ എഴുതിയിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇറങ്ങി താഴെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് മാറി ഒരു റീലെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഒന്നും ആയില്ല, ശരിയായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. എന്തൊക്കെയോ ചെയ്ത് വന്ന് മണ്ണിൽ കൂടെ ഒക്കെ ഇറങ്ങി നടന്ന് അത് കുറച്ചങ്ങനെ പോയി. ഏത് സോങ്സ് ഒന്നും ഓർമ്മയില്ല, എന്തോത്തിനോ സ്റ്റെപ്പ് വയ്ക്കുന്നു, ചുമ്മാ കറങ്ങുന്നു എടുക്കുന്നു. അങ്ങനെ 2-3 റീൽസൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതൊരു വേറെ റീലാണ്, കാറ്റാടി തണൽ എന്നൊക്കെ പറഞ്ഞൊരു സോങ്സിനാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് ഫൈനലി റിസൾട്ട് വരുമ്പോൾ വേറെ പല സോങ്സായിട്ട് മാറും. അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾ നടക്കുന്നു, കുട്ടികൾ വരുന്നു എടുക്കുന്നു. ആ കുട്ടി ഞങ്ങളെ നോക്കുകയാണ്. അത്ര മനോഹരമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കുന്നത്. നമ്മൾ ഇരുന്ന് പോയി അവിടെ. അങ്ങനെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ തന്നെ വെച്ചിട്ട് തീരുമാനിച്ച് ചെയ്തൊരു ഡാൻസാണ്. പിന്നെ അവളും അതിൻ്റെ ഇടയ്ക്ക് കളിക്കാൻ വന്നു. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അവളുടെ കൈ പിടിച്ച്, അവളുടെ പേര് ഭവ്യ എന്നാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് അവൾ എന്നെ കൂട്ടി പിടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഒരു റീലുണ്ട്, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ആ റീലിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ടെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അവളിങ്ങനെ താഴെ വീഴുക. ആക്ച്വലി അവൾ ജസ്റ്റ് ഇങ്ങനെ അവൾ സ്വയമേ താഴെ. ഇത് വേറൊരു അതേമാതിരി അച്ചോ അച്ചോ എന്നൊക്കെ പറഞ്ഞ് സോങ്സിന് വേണ്ടി നമ്മൾ റീൽസ് എടുക്കുന്നതാണ്. കുറച്ച് റീൽസ് അങ്ങനെ എടുത്തിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ അതിൽ, ഇൻസ്റ്റാഗ്രാമിലും എല്ലാമായിട്ട് ഉണ്ട്. ഇതിൻ്റെ ബാലൻസ് കൊച്ചുമോളാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ആക്ച്വലി ഞങ്ങളെ പഠിപ്പിക്കുമ്പം ഒരുവിധമൊക്കെ നമുക്കൊരു അവിടെ ഡെസേർട്ട് സഫാരിക്ക് നമ്മളൊരു നിയർലി ഒരു 4 ഒക്കെ ആകുമ്പോഴത്തേനും എത്തി. നമുക്ക് അകത്തോട്ട് കയറുന്നതിന് 6 ഒക്കെ ആകുമ്പോൾ നമുക്ക് അകത്തോട്ട് കയറിയാൽ മതി. നമ്മൾ പുറത്തുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാക്കുകയാണ്. ഇത് ആക്ച്വലി ഇരുട്ടാകാറായ സമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ സൺസെറ്റിൻ്റെ സമയത്ത് ഞങ്ങൾ പറഞ്ഞതാണ്.
പിന്നെ അത് ഇവിടുത്തെ ഡാൻസും ഒക്കെ നമ്മളകത്ത് കയറി. എൻ്റെ ഫസ്റ്റ് ഡാൻസ് എന്ന് പറയുമ്പോൾ അറബിക് ഡാൻസാണ്. ഇതാണ് 2 കുട്ടികൾ അറബിക് ഡാൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരാൾ തന്നെയാണ് പിന്നെ പല ഡാൻസുകളും ചെയ്യുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻജോയ് ചെയ്തു. ഫുഡും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വെർത്താണ്. നമുക്ക് 45 ദിറംസാണ് മൊത്തത്തിന് അയക്കുന്നത്. നല്ല വൃത്തിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. നല്ല എൻജോയ് ചെയ്യാനും പറ്റി. വലിയ റഷൊന്നുമില്ല. ഫുഡും ആവശ്യത്തിനൊക്കെയാണ്. സ്നാക്സ് ആണെങ്കിലും പിന്നെ VIP പാസ് ഒക്കെ എടുക്കുമ്പോൾ 75 ദിറംസ് ആവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആക്ച്വലി. വലിയ അങ്ങോട്ട് റഷും കാര്യങ്ങളൊന്നുമില്ല. 45 ദിറംസ് നമുക്ക് പിക്ക് ആൻഡ് ഡ്രോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നല്ലൊരു ട്രിപ്പായിരുന്നു ആക്ച്വലി. ഞങ്ങൾ മൊത്തത്തിൽ 8 പേര് പോയിട്ടുണ്ടായിരുന്നു. 8 പേർക്കും നല്ലൊരു ഇത് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി. അതങ്ങനെ ആ ഒരു ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു കുട്ടിയാണ് ഞാൻ അടുത്തൊരു ഡാൻസ് കൂടെ ചെയ്യുന്നത്. ലൈറ്റ് ഡാൻസ് ചെയ്ത് കുറച്ച് നല്ല കുറച്ച് നമുക്ക് നല്ലൊരു സൂത്തിങ് മൊമെൻറ്റ് ഒരു നല്ലൊരു ഫീൽ ചെയ്യുന്നൊരു ഡാൻസായിരുന്നു ആക്ച്വലി ഇയാൾ കളിച്ചത്. നമുക്ക് നല്ലൊരു രസമായിരുന്നു കാണാൻ തന്നെ. നമ്മൾ ഏറ്റവും ഫ്രണ്ടിലായിരുന്നെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് അത് കാണാനും എടുക്കാനും ആസ്വദിക്കാനും പറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ച് 45 ദിറംസിന് എന്താണെങ്കിലും ഒരു വെർത്തായിട്ടുള്ളൊരു ട്രിപ്പാണ്. ഫ്രണ്ട്സായിട്ടൊക്കെ കൂടെ പോകാനും ഫാമിലീസായിട്ട് കൂടെ പോകാനും ഒക്കെ നല്ലത്. ആക്ടിവിറ്റീസും ഫ്രീ ആണ്. ഇപ്പം നമ്മളെടുത്ത ക്യാമൽ റൈഡ് എന്ന് പറയുമ്പോൾ 10 ദിറംസ് സെപ്പറേറ്റ് കൊടുത്തത്. അതായത് 20 ദിറംസ് പെർ പേഴ്സൺ 20 ദിറംസ് സെപ്പറേറ്റ് കൊടുക്കേണ്ടതാണ്. പക്ഷെ നമ്മളത് 10 ദിറംസ് നമുക്ക് തന്നു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് കിട്ടും. അതിന് 10 ദിറംസ് കൊടുക്കണം. നമ്മളും ഫോട്ടോസ് കുറച്ച് മേടിച്ചിട്ടുണ്ട്. ബട്ട് അല്ലാണ്ടാണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ടൊരു ചെറിയൊരു റൗണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ക്യാമൽ റൈഡ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. പിന്നെ ബഗ്ഗി മാത്രമാണ് 150 ഒക്കെ അവർ ചോദിക്കുന്നത്. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയല്ലോ. അല്ലാണ്ടുള്ള സ്ലൈഡിങ്ങും പിന്നെ സാൻഡ് ഡ്യൂൺസും എല്ലാം ഫസ്റ്റ് നമ്മൾ സ്റ്റോപ്പിൽ കൊണ്ട് ബസ്സിൽ പിക്കപ്പ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു സഫാരിക്ക് നമുക്ക് 2 പിക്കപ്പ് പോയിൻ്റ് ആയിരുന്നു ഉള്ളത്. സഹാറ മാളും ഒന്നും ഷാർജയിലുള്ള മെഗാ മാൾ. നമ്മൾ മെഗാ മാളിൽ നിന്നാണ് എല്ലാവരും അസംബിൾ ചെയ്തിട്ട് പോയത്. അപ്പോൾ മെഗാ മാളിൽ നിന്നൊരു സ്റ്റോപ്പ് വരെ നമുക്ക് ഒരു ട്രാവലറിൽ കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ സാൻഡ് ഡ്യൂൺസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അവിടുന്ന് 8 സീറ്ററുള്ളൊരു പജേറോ ആയിരുന്നു. പജേറോയ്ക്കതാണ്. അതും വലിയ പ്രശ്നമൊന്നുമില്ല. അത് നല്ല സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടെ നിന്ന് നമുക്ക് ഈ ഡെസേർട്ട് സഫാരി നടക്കുന്ന ഒരു പോയിന്റ് വരെ കൊണ്ടുപോകാൻ വേണ്ടി ആക്ച്വലി 45 ദിറംസിന് ആക്ച്വലി കംപ്ലീറ്റ് ഒരു വർത്ത് പാക്കേജാണിത്. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പാക്കേജാണ് ആക്ച്വലി ഇതിങ്ങനെ കുറച്ചുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു അറബിക് ഡാൻസ് ഇങ്ങനെ സൂഫി മാതിരിയുള്ള ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലൈറ്റ്സ് ബേസ്ഡും ഉണ്ട്, അല്ലാതെയും ഉണ്ട്.
കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഹിന്ദി സോങ്സ് പിന്നെ അറബിക് സോങ്സിന് വേണ്ടി ചെയ്യുന്നത്. അതും കഴിഞ്ഞ് ആ ടൈമിൽ നമുക്ക് ഫുഡ് സെർവ് ചെയ്യും. 2 ടൈംസാണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. 1 ഈസ് അൺലിമിറ്റഡ് ആണ്. നമുക്ക് നമ്മുടെ 45 പാക്കേജിൽ അൺലിമിറ്റഡ് ആണ്. നമുക്ക് 1 ടൈം ഫുഡ് ആക്ച്വലി. അൺലിമിറ്റഡ് ടീ കോഫി സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ കഴിഞ്ഞിട്ടുള്ള ഫയർ ഡാൻസ് ആണ്. ഇതും നല്ല കിടുവായിരുന്നു. നമുക്കിന്ന് ഐ മീൻ കാണാൻ നല്ലതായിരുന്നു. കുറച്ച് പേടിയുണ്ടായിരുന്നു. നമുക്ക് നമ്മൾ തൊട്ട് ഫ്രണ്ടിലാണ്, സ്റ്റേജിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് പേടിയായിരുന്നു. ബട്ട് സ്റ്റിൽ കാണാനും നമുക്ക് നല്ലൊരിതായിരുന്നു ഇത്. അങ്ങനെ കുറച്ച് നമ്മളിങ്ങനെ കണ്ടതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ കണ്ടു. കുറേ നേരം ഉണ്ട്. ഒരു എങ്ങനെ പോലെ 10 മിനിറ്റ്സ് നമുക്ക് ഇത് ഫയർ ഡാൻസ് മാത്രമായിട്ട് കാണും. ഇത് പല രീതിയിലുള്ള കുറച്ച് മാത്രമേ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ഒരു ഫയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. കുട്ടികളും എല്ലാം ഉണ്ട്. തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത്. ഒന്നുമില്ല. എല്ലാവരും പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു പേടി. നമ്മൾ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണല്ലോ. അങ്ങനെ ആ ഫയർ ഡാൻസ് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ഫയർ ഡാൻസ് വരുന്നത്. ഫുഡ് കഴിക്കുക. പിന്നെ ഇന്നുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിങ്സൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, പിന്നെ അതിൻ്റെ കീ ചെയിൻസ്, പിന്നെ സാൻഡിൽ എഴുതുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വരാം. അത് മാത്രമേ ഉള്ളൂ. സോ ടോട്ടലി 45 പാക്കേജിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അവരെ കോൺടാക്ട് ചെയ്തിട്ട് പോകാൻ പറ്റുമ്പോൾ താല്പര്യമുള്ളവർക്ക്. ഇനിയിപ്പോൾ ഡിസംബർ മന്തൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ടൈമിങ്ങാണ്. നമ്മളിപ്പോൾ ഡിസംബർ നാഷണൽ ഡേ ഹോളിഡേക്കാണ് എല്ലാവരും പോയത്. അപ്പോൾ കുറച്ച് നല്ല ഇതായിരിക്കും ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ. ആ ഒരു ടൈമിങ്ങിലാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അത് ഫയർ ഡാൻസ് ആണെങ്കിൽ തന്നെ നല്ല ഒരു അങ്ങനെ കണ്ടുവരുന്ന രീതിയിലുള്ളൊരു ഇതല്ല. കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നു. ഈവൻ ഫയർ ഡാൻസ് കാണിക്കുന്നതിൽ തന്നെ ആണെങ്കിലും കുറച്ച് വെറൈറ്റി ഫീൽ ചെയ്തു. അപ്പോൾ ഈ പുള്ളിക്കാരൻ തന്നെയാണ് മുന്നുള്ള 2 ഡാൻസുകളും കളിക്കുന്നത്. ഈ ഒരു പുള്ളിക്കാരൻ തന്നെയാണ് ആ ഒരു ലൈറ്റ് ഷോസ് വെച്ചിട്ടൊക്കെയുള്ള ഒരു ഡാൻസ് കളിക്കുന്നത് മൊത്തം ഈ ആൾ തന്നെയാണ്. അപ്പോൾ എത്ര പേര് ഡെസേർട്ട് സഫാരിക്ക് ഇവിടെ UAE ഉണ്ടെങ്കിൽ എത്ര പേര് ഡെസേർട്ട് സഫാരിക്കൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ച് പറയണം, കമൻറ്റിൽ പറയണം. പിന്നെ അതൊരു നല്ല എക്സ്പീരിയൻസ്. എൻ്റെ ഇതൊരു സെക്കൻഡ് ടൈം എക്സ്പീരിയൻസ് ആണിത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഇത് കുറച്ചുകൂടെ എനിക്ക് എന്താ പറയുക, ഒരു കാമായിട്ടുള്ളൊരു പീസ്ഫുൾ ഒരു ഡെസേർട്ട് സഫാരി പോലെ ഫീൽ ചെയ്തു. നമുക്ക് നല്ല എൻജോയ് ചെയ്യാനും പറ്റി. എന്ന് വെച്ചാൽ 4 o'clock അവിടെ റീച്ച് ചെയ്തുകൊണ്ട് 4 to 6 വരെയും നമ്മൾ അവിടെ ഔട്ട്ഡോർ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടേയിരുന്നു. അതൊരു വലിയൊരു കാര്യമാണ്. ഔട്ട്ഡോറിൽ നമുക്ക് റീൽസ് എടുക്കാനാണെങ്കിലും അല്ലാണ്ട് ക്യാമലിൽ കയറാനാണെങ്കിലും ബഗ്ഗി ഓടിക്കേണ്ടവർക്കാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ മെഹന്തി ഇടുന്നുണ്ടായിരുന്നു, ഹെന്ന ഡിസൈൻ ഉണ്ടായിരുന്നു. ആ ഫയർ വർക്ക്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ വായിക്കൽ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തുപ്പുന്ന രീതിയിലുള്ളൊരു ഫയർ വർക്ക്സ് ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലും കാര്യങ്ങളും എല്ലാം ചെയ്യാറുള്ളതാണ്. നാട്ടിലെ ഓരോ ഉത്സവത്തിനൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കൊണ്ടുപോയി സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയ സജീന മാം, ഷീന മാം, പിന്നെ കുട്ടികളും ഞങ്ങളും ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലുണ്ട് ദീപ്തി മാമും എല്ലാം, പിന്നെ ദിവ്യ മാം എല്ലാം കൂടി നമ്മൾ ജസ്റ്റ് വട്ടത്തിൽ നിന്ന് ഫൈനൽ സ്നാക്സ് കംപ്ലീറ്റ് ചെയ്യുന്നൊരു തിരക്കിലായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിലെല്ലാം പാക്കൊക്കെ ചെയ്ത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കറക്റ്റായിട്ട് എടുത്തു. പിന്നെ അങ്ങനെ നമ്മൾ കീ ചെയിൻസൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു. ഇതാണ് ഭവ്യ മോൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.